നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ഓണ്ടർപ്രണർ അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ എങ്ങനെ കാണണം, എങ്ങനെ അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പലപ്പോഴും ഓണ്ടർപ്രണറെ സംബന്ധിച്ച് ലോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാക്ക് ചെയ്യുന്നൊരു ഏരിയ ഇതാണ്. ഇതിൽ രണ്ട് തരത്തിൽ നമുക്ക് കാണാൻ കഴിയും ഫാമിലി എന്ന് പറയുമ്പോൾ. ഒന്ന് റൊമാൻറ്റിക് ലൈഫ് ഉണ്ട്, അതായത് പാർട്ട്ണറുമായിട്ടുള്ള ലൈഫ്. ഇത് വളരെ പ്രധാനമാണ്. രണ്ട് പാരൻസ്, കുട്ടികൾ, ഇവരുമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ഉള്ള വരുന്ന സിബിലിങ്സായിട്ട് ബന്ധപ്പെട്ട് ലൈഫ്. ഇത് രണ്ട് തരത്തിൽ മാനേജ് ചെയ്യണം. ഒന്ന് റൊമാൻറ്റിക് ലൈഫ്. പാർട്ട്ണർക്ക് സമയം കൊടുക്കുക എന്നല്ലാതെ ദർ ഇസ് നോ അതർ ചോയ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നമുക്ക് എത്ര ബിസിനസ് പ്രോബ്ലംസ് ഉണ്ടായാലും, എത്ര ബിസിനസ്സിൽ ചലഞ്ച് ഉണ്ടായാലും, പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സഹധർമ്മിണിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ട് സമയം നിങ്ങൾ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇതിനു വേണ്ടി നിങ്ങളൊരു സമയം പ്ലാൻ ചെയ്യുക തന്നെ വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്, ഈ ഒരു ഓണ്ടർപ്രണറുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവായിരിക്കുന്ന ആളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണ ജോലി ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഇദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട്, താങ്ങായി, തണലായി, ഒരു ചാലക ശക്തിയായി, ഒരു മോട്ടിവേറ്ററായിട്ട് ഇവർക്ക് നിൽക്കാനും കഴിഞ്ഞാൽ ഒരു ഓണ്ടർപ്രണറുടെ ഫാമിലി ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങളുണ്ടാവും. രണ്ടാമത് കുട്ടികളായിട്ടാണ്. കുട്ടികളും പാരൻസിനും ഇതുപോലെ തന്നെ നമ്മൾ സമയം കൊടുക്കണം. മാത്രമല്ല, ഇവർക്ക് കുറച്ചുകൂടെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചില കാര്യങ്ങൾ. ഇവർക്ക് പ്രോപ്പറായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. പാരൻസിനാണെങ്കിൽ അവർക്ക് വേണ്ട ആഹ്ലാദിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ മാറ്റി വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇവർക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ പാർട്ട്ണറുടെ കേസിൽ സമയം തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ, ഇവിടെ സമയവും അതുപോലെ തന്നെ കുറച്ച് പണം കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹാർമണി ഉണ്ടാക്കാൻ പറ്റും. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, അവരുമായിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ അധ്വാനിക്കുന്നതും അതുപോലെ തന്നെ ഈ പൈസ ഉണ്ടാക്കുന്നതെല്ലാം ഇവർക്ക് വേണ്ടിയിട്ടും കൂടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് അവർ കൂടെ നമ്മളെ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയാലും ആ എൻജോയ്മെൻറ്റ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഇതിൽ പ്രധാനം. ഒരു ഓണ്ടർപ്രണർ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിജയങ്ങൾ മാത്രം ഫാമിലിയുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതും അയാളുടെ പരാജയങ്ങൾ ഷെയർ ചെയ്യാതെ, റിയാലിറ്റി മനസ്സിലാക്കാതെ. കാരണം ഇത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരു പ്രതിസന്ധികൾ നമ്മൾ ഈ കോവിഡ് കാലത്തിന് ശേഷം പല മേഖലയിലും പല ഇതിലും കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ടുള്ള ഒരുപാട് കുടുംബ തകർച്ചകളും നമുക്ക് കാണാൻ പറ്റി. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും വന്നത്, ഇത് അവർ തുറന്നു പറയാത്തതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് പാർട്ട്ണർ എന്ന് പറയുന്നത് എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേറ്ററായിട്ട് നിൽക്കുകയും ഇദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. ഒരു റിലേഷൻഷിപ്പിൻ്റെ, പ്രത്യേകിച്ച് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ നിലനിൽപ്പ് എന്ന് പറഞ്ഞത് ലവ് ആൻഡ് അഫെക്ഷനാണ്. ഈ ലവ് ആൻഡ് അഫെക്ഷൻ്റെ ഭാഗമാണ് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് ഷെയർ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഷെയർ ചെയ്യുന്നതിന് പകരം ബിസിനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്സ് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. ഈ സ്ട്രെസ്സല്ല കൊടുക്കേണ്ടത്, വാട്ട് ഈസ് ദ റിയാലിറ്റി. ഈ റിയാലിറ്റിയാണ് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ ആൾ നമ്മെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഒരാളും എൻ്റെ ഭർത്താവ് പരാജയപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പരാജയപ്പെടണം ആഗ്രഹിക്കുന്നില്ല. അവർക്കും വേണ്ടത് എന്താണ്, ഇവരുടെ വിജയമാണ്, അതിലൂടെ എൻ്റെ വിജയവുമാണ്. അപ്പോൾ ഇൻറ്റൻഷൻ കറക്റ്റ് ആണെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാത്തുമ്പോഴാണ് ഈ പ്രതിസന്ധി വരുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് റിയാലിറ്റി എന്നുള്ളത് തുറന്ന് സംസാരിക്കുക. ഞാൻ അടുത്ത കാര്യം ഇന്നത് ചെയ്യാൻ പോകുന്നു എന്ന് സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ കൂടി ഇതിൽ ഒരു പാർട്ട്ണറായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അവർ കൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, ഇത് ഇങ്ങനെയല്ലേ. പിന്നെ ചില കാര്യങ്ങളിൽ നമ്മെ മോട്ടിവേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും. ചില ഡിസിഷനുകളിൽ അവർക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും.
ഇതെല്ലാം നമുക്ക് നന്മക്കാണ് വരിക. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എങ്കിൽ ഒരിക്കലും ഒരു പരാജയപ്പെടുമ്പോൾ ഭാര്യ നമ്മളെ വിട്ട് പോകില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പല ബിസിനസ് പരാജയപ്പെട്ട ആളുകൾ 2 തരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ പാർട്ട്ണർ ഇതോടൊപ്പം വിട്ടുപോകും, അതല്ലെങ്കിൽ എത്ര പരാജയപ്പെട്ടാലും ഈ പാർട്ട്ണർ ഇവരെ കൂടെ ചേർന്ന് നിൽക്കും. അപ്പോൾ ഇത് ഉണ്ടാവുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മുടെ ബിസിനസ് ലൈഫിൽ മാത്രമല്ല, നമ്മൾ പറയുന്ന പോലെ തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്, പ്രവാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. ഇവർ സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ അവർ പറയുന്ന ഒരു കാര്യം, പ്രവാസികളെ അവരുടെ കുടുംബം മനസ്സിലാക്കുന്നില്ല, അവരുടെ എക്സ്പെൻസ് കൂടി കൊണ്ടുവരിക്കുന്നു. ഇതൊരു പരിധി വരെ ഇവരുടെ യഥാർത്ഥ റിയാലിറ്റി അവരറിയിക്കാത്തതുകൊണ്ട് വരുന്നത് തന്നെയല്ലേ? തീർച്ചയായും. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ഞാൻ അവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അവർക്ക് എൻ്റെ പ്രസൻസിനെ കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന പണമാണ്, അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കി അയച്ചു കൊടുക്കുക, അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് ശരിയല്ല. ശരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് കൂടി അവരോട് പറയണം. നമ്മളെങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറയണം. അതിൽ അവർക്കുണ്ടാകുന്ന പ്രയാസം നമ്മളെ സപ്പോർട്ട് ചെയ്യാനേ സഹായിക്കുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ തുറന്ന് സംസാരിക്കുകയും റിയാലിറ്റി പറയുകയും, അതിനർത്ഥം നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും വിളിച്ചു പറയണമെന്നല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇതാണ്, ഈ മാസത്തെ ബഡ്ജറ്റ് ഇതാണ്, അപ്പോൾ നമ്മൾ ഈ മാസം ഈ ബഡ്ജറ്റിൽ ഇങ്ങനെ നിന്നാലാണ് ഇങ്ങനെ നടക്കുക, ഇപ്പോൾ എനിക്ക് 6 മാസം കഴിഞ്ഞ് നാട്ടിൽ വരേണ്ടതുണ്ട്, അതിനുവേണ്ടി ബഡ്ജറ്റിൽ നിന്ന് ഇത്ര മാറ്റി വെക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ നമ്മളെ കൂടെ നിൽക്കും, ഈ പാരൻസ് ആയിക്കോട്ടെ നമ്മളെ കൂടെ നിൽക്കും, മക്കളായിക്കോട്ടെ നമ്മളെ കൂടെ നിൽക്കും. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, യാഥാർത്ഥ്യങ്ങൾ അവരോട് പറയുക, അതുപോലെ ഉയർച്ച ഉണ്ടാകുമ്പോൾ അത് പറയുക. ഇപ്പോൾ പ്രൊമോഷൻ കിട്ടിയാൽ പറയും, ശമ്പളം കുറച്ചാൽ പറയാതിരിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ചുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് തന്നെ വേണം. അത് പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ബിസിനസ് ലൈഫിലാണെങ്കിലും നടത്താം. അതെ, പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ്. കാരണം ഇത് സമൂഹത്തിൽ തന്നെ ഇങ്ങനെ ഒരു വേർതിരിവുണ്ട്. സാധാരണഗതിയിൽ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ലൈഫില്ല, ജീവിതമല്ല, അവരുടെ കുടുംബമാണ് ഇവിടെ അവർക്ക് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനെ മൊത്തം വില്ലന്മാരാക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് മാറേണ്ടതുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ശരിക്കും പുറമേ നിന്നുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, അവർക്ക് അതായിട്ട് നടക്കാം. പക്ഷേ ഞാൻ പറയേണ്ട കാര്യം, പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രവാസിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടു കൂടെ പ്രവാസിയായിട്ട് നിൽക്കുക, സമാധാനത്തോടു കൂടി പ്രവാസിയായിട്ട് നിൽക്കുക. പ്രവാസിയായി നിൽക്കുന്നത് വലിയൊരു മോശമാണെന്നോ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണെന്നോ അതല്ലെങ്കിൽ അത് വലിയ ഒരു വലിയ ത്യാഗം ചെയ്യുന്നതാണെന്നൊന്നും ആലോചിച്ചിട്ട് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങിയപ്പോൾ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കത് ബോധ്യമായി. ഞാൻ പ്രവാസിയായിട്ട് നിൽക്കുന്ന അഭിമാനത്തോടു കൂടിയാണ്, ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ നിന്ന് നമുക്ക് നാട്ടിൽ അധ്വാനിച്ചാൽ കിട്ടുന്നതിനേക്കാൾ പൈസ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അഭിമാനത്തോടെ നിൽക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ പ്രസൻസ് കുടുംബത്തിനില്ല എങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് അവരെ കോൾ ചെയ്യാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇപ്പം ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവിടെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഇടപെടാനും നമുക്ക് കഴിയും. അത് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളെ മക്കളും നമ്മളെ ഭാര്യയും നമ്മുടെ പൈസ ചിലവാക്കാനുള്ളവരാണ് എന്നുള്ള ചിന്താഗതി തന്നെ തെറ്റാണ്. നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവർ നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പ്രവാസി ആയതുകൊണ്ടല്ല, അതല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തെ കൃത്യമായിട്ട് നിർവഹിക്കുക, അവരെ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് അവരെ നമ്മളെ കൂടെ നിർത്തുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ വളരെ ഈസിയാണ്. ഇപ്പം നമുക്ക് പല കുടുംബങ്ങളും അറിയാം. ആ കുടുംബങ്ങൾ പിന്നെ ഇവിടെ ഗൾഫിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കഷ്ടപ്പെടുകയാണെന്നൊക്കെ ചിന്തിച്ച് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളെയൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ രണ്ടിനെയും ഹാർമണൈസ് ചെയ്യാൻ പറ്റണം. നമ്മളിവിടെ അഭിമാനത്തോടെ നിൽക്കുക, എനിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നതെന്ന് തീരുമാനിക്കുക. അല്ല കുടുംബത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഞാനിവിടെ ജീവിക്കുന്നത് കുടുംബത്തോടുള്ള എൻ്റെ കടമകൾ നിർവഹിക്കാൻ, എൻ്റെ എഫേർട്ടുകൾ അവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുകയാണെന്നുള്ള രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കും പ്രൗഡായിട്ട് നിൽക്കാൻ പറ്റും. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രവാസികൾ പാലിക്കേണ്ട ഫിനാൻഷ്യൽ പ്ലാനിങ്ങോടൊപ്പം തന്നെ ഒരു സേവിങ്സ്, അത് എത്രത്തോളം പ്രാധാന്യമുള്ളതിനെ കുറിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ലൈഫിൽ തന്നെ അതിന് ഉദാഹരണമുണ്ട്. ഇപ്പം ഞാനൊന്നും തുടക്കത്തിൽ എത്ര ശമ്പളം കിട്ടിയാലും അത് നമ്മുടെ ചിലവുകൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവില്ല.
എനിക്ക് പ്രവാസികളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് 1000 രൂപ ശമ്പളം കിട്ടുന്നതെങ്കിൽ അതിൽ നിന്ന് 100 രൂപ നിങ്ങൾ മറക്കുക. നിങ്ങൾക്ക് 10,000 രൂപ ശമ്പളം കിട്ടുകയാണെങ്കിൽ 1000 രൂപ നിങ്ങളതിൽ നിന്ന് മറക്കണം. ഈ 1000 രൂപയിൽ കുറച്ചാണ് ശമ്പളം കിട്ടുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാര്യങ്ങളെ പ്ലാൻ ചെയ്യുക. ഈ 1000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കിയിട്ട് മാറ്റണം. അതിന് ഏറ്റവും ബെസ്റ്റാണ് SIP എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ. അത് നല്ല പ്ലാനുകൾ, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നല്ല പ്ലാനുകൾ എടുത്തുകൊണ്ട് ആ ഒരു സംഖ്യ നിങ്ങൾ എനി കോസ്റ്റ് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാവുക. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരട്ടിക്കുന്ന പണമാണ്. ഈ പണം നമ്മളറിയാതെ തന്നെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ഒരു 15 വർഷമൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 3 ഇരട്ടിയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന സാധ്യതയുള്ള ഡെപ്പോസിറ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ തുടങ്ങുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെയും പല സാധ്യതകളുണ്ട്, പക്ഷേ ഇത് കുറച്ചുകൂടെ സേഫാണ്. മാത്രമല്ല നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് പോകണം, അങ്ങനെ സെറ്റ് ചെയ്യണം. അല്ല നമ്മൾ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല, പല കാര്യങ്ങളും വരും. അതിന് പകരം നിങ്ങളുടെ സാലറി വരുന്ന അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതെ, വളരെയധികം പ്രവാസികളല്ല, ഒരു പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും ഒരു ഫാമിലി കൊണ്ടുപോകുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ, ഈ സേവിങ്സ് എന്നുള്ളതിന് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഒരു 90% ആളുകൾക്കും അതിനെക്കുറിച്ച് അറിയില്ല. അല്ലെങ്കിൽ അതിന് അവർക്ക് കഴിയില്ല, ഈ മാസം കഴിയില്ല, അടുത്ത മാസം നോക്കാം, അങ്ങനെ മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റമാണ് അല്ലേ സാധാരണ കാണുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കുക.